ഫ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് പുൽക്കൂട് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞങ്ങൾ ക്രിസ്മസിന് പുൽക്കൂട് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ. അപ്പൊ നമുക്ക് ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാം. പുൽക്കൂടും പിന്നെ ക്രിസ്മസ് ട്രീയും റെഡിയാക്കാൻ പോവാണ്. അപ്പൊ ലൈഫിൽ ആദ്യമായി ഞങ്ങള് പുൽക്കൂട് ഉണ്ടാക്കാൻ പോകുന്നു. അപ്പൊ കുറച്ച് ഭാഗം മുത്തൂസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഞങ്ങള് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് പണികളുണ്ട് അതുമ്മേ. അപ്പൊ നമ്മുടെ പുൽക്കൂട് ഇതാണ്. കണ്ടോ ഫ്രണ്ട്സ്, എന്തൊക്കെയോ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങള് ഹാളിൽ വെച്ചാണ് കേട്ടോ റെഡിയാക്കുന്നത്. ഇത് ഒട്ടിക്കാനും ഇതിനൊക്കെ പ്ലഗ് അകത്താണ്. ഏകദേശം ഒരു ഐഡിയയിലൊക്കെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. കറക്റ്റായിട്ട് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ, എന്നാലും ഒരു ഐഡിയ വെച്ച് ആക്കിയിട്ടുണ്ട്. ഇതാണ് പുൽക്കൂട്. ഇനിയും റെഡി ആക്കണം കേട്ടോ. കാർഡ്ബോർഡ് വെച്ച് ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് വൈക്കോലല്ല കേട്ടോ, ഇത് മുളയല്ലേ ഫ്രണ്ട്സ്, മുളര ഉണങ്ങിയ ഇലയാണ്. ഇത് മുളര ഉണങ്ങിയ ഇലയാണ് കേട്ടോ ഫ്രണ്ട്സ് ഇതിന്റെ മേലെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യട്ടെ കേട്ടോ. കുറേ മണ്ണും ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങള്. മുത്തൂസാണ് ഇതിന്റെ കൂടുതൽ വർക്ക് കേട്ടോ. മുത്തൂസിനാണ് ഇതിന്റെ കൂടുതൽ പണി. എനിക്ക് അത്രയും കൂടെ അറിയില്ല കേട്ടോ. മുത്തൂസാണ് കൂടുതൽ യൂട്യൂബിലൊക്കെ നോക്കി മുത്തൂസാണ് ഇത് കൂടുതൽ ചെയ്യുന്നത്. കാർഡ്ബോർഡ് വെച്ചിട്ട് കാർഡ്ബോർഡിന്റെ സൈഡിൽ ഇതുപോലെ പശയൊക്കെ വെച്ച് കാർഡ്ബോർഡിനെ സ്റ്റഡി ആയിട്ട് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ നിൽക്കണം മുത്തേ, കണ്ടാ? അങ്ങനെ നിൽക്കണം. അങ്ങനെ ചെരിഞ്ഞ് നിൽക്കണം. സ്റ്റിക്കും കൂടെ വേണം. ഇനി സ്റ്റിക്ക് വേണോ? ഇത് മതിയാ? ഇത് മതിയാ? പറ്റില്ല അമ്മ. പറ്റില്ലേ? കറക്റ്റ്. അപ്പോഴാണിത് നേരെ നിൽക്കുള്ളൂ. ഇതിനൊരു ചെരിവുള്ള പോലെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇത് ഇവിടെ വെക്കണം മുത്തേ. ഒരു സ്റ്റിക്ക് കണ്ട ഇവിടെ ഇങ്ങനെ താന്നിരിക്കുക. അവിടെ വെക്കണം ആ സ്റ്റിക്ക്. അവിടെ വെക്കില്ലേ ആ സ്റ്റിക്ക്? ഓക്കെ ഓക്കെ. അപ്പൊ അവിടെ റെഡി. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ ഏകദേശം ഒരു ഇതായിട്ടുണ്ട്. എന്നാലും ഇവിടെ ഒരു ചെരിവുണ്ട്. ഇങ്ങനെ വെക്കണം. ചെറുതായി പോയോ? അവിടെ വേണ്ട, അതങ്ങനെ വെക്കണ്ട. അവിടെ പൊന്തി നിൽക്കണ്. ഇത് അടിഭാഗം ഒടിച്ചാളെ. ഇത് അതന്നെ. അപ്പൊ റെഡിയാവും. ഓക്കെ. ഇത്രയും മൈദ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? കമന്റ് ചെയ്യണേ. ആരൊക്കെ പുൽക്കൂട് ഉണ്ടാക്കി കമന്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് പുൽക്കൂട് ഉണ്ടാക്കുന്നത്. മുത്തൂസ് പറഞ്ഞാൽ നമുക്ക് ഈ വർഷം പുൽക്കൂട് റെഡിയാക്കാന്ന് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയാണ്, ഈ വർഷം നമുക്ക് പുൽക്കൂട് റെഡിയാക്കാന്ന്. അങ്ങനെ മുത്തൂസിന്റെയാണ് കൂടുതൽ ഇതിന് വേണ്ടിയുള്ള കൂടുതൽ എഫർട്ട് എടുത്തത് മുത്തൂസാണ് കേട്ടോ. ഇതുപോലെ മുളേരെ ഇത് ഇങ്ങനെ കെട്ടി കെട്ടി വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. ഇത് എൻ്റെ അകത്തിടാനാ. അതൊക്കെ നമ്മൾ ലാസ്റ്റ് പറയാം. പിന്നെ ഇതുപോലെ ഇത് കല്ലുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പുഴയാണ്. പുഴയുടെ ഇവിടെ ഗ്ലൂ ആണ് കേട്ടോ ഇതുപോലെ വെള്ളത്തിന് വേണ്ടി ഒട്ടിച്ചിരിക്കുന്നത്. പെട്ടെന്ന് കൂട് മറിഞ്ഞു പോയിട്ടോ ഫ്രണ്ട്സ്. അതാണ് ഇവിടെയൊക്കെ ഇങ്ങനെ പൊടിയായി പോയത്. ഇവിടെയാണ് ഉണ്ണിയേശു ഒക്കെ വെക്കുക കേട്ടോ. ഇനി എന്താണ്? ഇതെന്താണ്? വഴിയില്ലേ? പുഴയിലേക്കുള്ള വഴിയാണോ? അല്ല, ഇവിടെ പാലം വരും. ഇവിടെ പാലുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. പുഴയിന്ന് പുൽക്കുട്ടിക്കുള്ള പാലുണ്ട് കേട്ടോ. ഇച്ചിരി പരിപാടി. ഇത് പച്ച എന്താന്ന് വെച്ചാല് മാവിന്റെ ഇല മിക്സിയിലിട്ട് പൊടിച്ചതാണ് കേട്ടോ. പേൾ ഗ്രാസ് വിരിച്ച പോലെ ഇവിടെ അല്ലേ? ആദ്യം ഇവിടെ ആക്ക. ഇതെല്ലാം പുൽക്കൂടിന്റെ ഫ്രണ്ട്. ഇവിടെ കിടന്നിട്ട് പച്ച ഇല ഇങ്ങനെ മാവിന്റെ ഇല പൊടിച്ചത് കേട്ടോ ഫ്രണ്ട്സ്. നല്ല ഇല്ലാത്ത സ്ഥലത്തൊക്കെ കുറച്ച് അല്ലവിടെ ആക്കിയിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നന്നായി ഇടാലോ. അതന്നെ. ഇത് ഞങ്ങള് മുൻപ് പൊടിച്ചല്ലേ, അത് ഇത്തിരി ഡാർക്കായിട്ടോ ഫ്രണ്ട്സ്. അപ്പൊ ഇത്തിരി നല്ല ലൈറ്റായി. അതന്നെ, ഡാർക്കല്ലേ, ലൈറ്റ് ഗ്രീൻ ആയിട്ടോ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, നല്ല പച്ച ഇല നോക്കി പൊടിച്ചതാണ് കേട്ടോ. ഇത് വീണ്ടും പൊടിച്ചിടുന്നതാണ്. മാവിന്റെ ഇല പൊടിക്കുമ്പോ ഇതുപോലെ ആവട്ടോ ഫ്രണ്ട്സ്. നല്ല പേൾ ഗ്രാസ് വെച്ച പോലെ. ഈ പാലുണ്ടാക്കട്ടെ നമുക്ക്. പാലുണ്ടാക്കണം ഫ്രണ്ട്സ്. ഇവിടെ കല്ലില്ല. അവിടെ കല്ലില്ലേ? ഒരു കല്ല് പറക്കിണ്ട് പോവാ മുറ്റത്തുനിന്ന്. ഈ കല്ല് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ, ഗ്ലൂ ഗണ്ണുണ്ട്. ഇനി ഇവിടെ മണ്ണാണ് കേട്ടോ. ഇവിടെ പാടാണ്. വഴിയിൽ മണ്ണാണ് കേട്ടോ ഇടുന്നേ. സൂക്ഷിച്ചിട്, അവിടെ ഇവിടെ ആവാണ്ട് മുത്തന് തിരക്ക് കൂടുതലാണ്. അതെല്ലാവർക്കും അറിയാലോ. കല്ലില്ലാത്ത മണ്ണ് അധികം കിട്ടില്ല കേട്ടോ ഫ്രണ്ട്സ്. കല്ലില്ലാത്ത മണ്ണ് വേണമായിട്ടല്ലേ? കുഴപ്പമില്ല, അധികം കല്ലില്ല, ചെറിയ തരികളല്ലോ ഉള്ളു. മുത്തൂസ് മണ്ണ് നിരത്താണ് കേട്ടോ ഇവിടെ സൈഡിലൊക്കെ. പാടാണല്ലേ അത്?
ഇങ്ങനെയൊക്കെ ആണോ റെഡിയാക്കാന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ഫ്രണ്ട്സ്. ഇതിലെന്താണ് കുറവ്, ഇത് ഇങ്ങനെയല്ലേ ഉണ്ടാക്കുക ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ ഒരു അതെ, ഞങ്ങളുടെ ഐഡിയയില് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് റെഡിയാക്കുന്നതാണ് കേട്ടോ. കറക്റ്റ് ഇങ്ങനെ തന്നെയാണ്. യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് ചിലതൊക്കെ കാണുന്നത് കേട്ടോ ഫ്രണ്ട്സ്. മുത്തൂസിന് നല്ല ഇൻട്രസ്റ്റ് ആണ് ഇതൊക്കെ ഇതുപോലെയൊക്കെ ഓരോന്ന് ആക്ടിവിറ്റീസ്. മുത്തൂസ് മണ്ണ് കറക്റ്റ് ആയിട്ട് ഇടട്ടെ കേട്ടോ. ഓ, പാടം കൃഷി ചെയ്യുന്ന പോലെ ആക്കാണ് കേട്ടോ മുത്തൂസ്, മണ്ണ് വെച്ചിട്ട് ഇങ്ങനെ വരമ്പ് വെക്കുന്ന പോലെ അല്ലേ. ഇത്ര ഒട്ടും പ്രതീക്ഷിച്ചില്ല ഫ്രണ്ട്സ്. ഇത്ര ഇപ്പൊ തന്നെ ഒരു സന്തോഷം അല്ലേ മുത്തൂസിന് തോന്നില്ലേ? ഇതാണ് നമ്മൾ എന്തെങ്കിലും മനസ്സിൽ ആഗ്രഹിച്ചാൽ അത് റെഡിയാക്കി കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലിങ്സ് ആണ് ഫ്രണ്ട്സ്. ഞാൻ ആദ്യം മുത്തൂസിനെ നമുക്കൊന്നും പറ്റില്ല മുത്തൂസ എന്ന് പറഞ്ഞത്. മുത്തൂസ് പറ്റമ്മ, നമുക്ക് പറ്റും, നമുക്ക് റെഡിയാക്കാന്ന് പറഞ്ഞ് എന്നുവെച്ചാൽ പിന്നെ അങ്ങോട്ട് റെഡിയാക്കി കളയാന്ന് ഞങ്ങളും വിചാരിച്ചു. അതന്നെ ഞാനും വിചാരിച്ചു. വരമ്പ് പോലെ മണ്ണ് വെക്കണല്ലേ. ഓ, ഈ പുൽക്കൂടിന് ഡെക്കറേറ്റ് ചെയ്യണ്ടേ? നമ്മുടെ മാല ബൾബില്ല. മാല ബൾബൊന്നും വേണ്ട. ഇനി എന്താണ് അടുത്ത പരിപാടി? പുല്ലിൽ എന്തിനാ മൊത്തം വെക്കുന്നേ? ഇതൊക്കെ ഒരു ഭംഗിയാണ് ഫ്രണ്ട്സ്. മുത്തൂസാണ് പറയുന്നത് കേട്ടോ. പ്രസിക്ക് ഒരു ഐഡിയ ഇല്ല. ഒരു ടേബിളുമ്മ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കുന്നേ. അല്ലെങ്കിൽ പട്ടിയില്ലേ നമ്മുടെ എല്ലാപ്പി വന്ന് ഇത് ചക്ക ചക്ക ചക്കാന്നും പറഞ്ഞ് കേടാക്കും. പച്ച ഉള്ളിൽ ഇതുപോലെ ഇങ്ങനെ വെക്കാനാണ് കേട്ടോ ഫ്രണ്ട്സ്. ഓക്കെ, ഇപ്പൊ ഏകദേശം ഒരുവിധം സെറ്റ് ആയിട്ടുണ്ട്. ഇനി എന്താ മുത്തേ? നല്ല ഭംഗിയായില്ലേ? ഇനി എന്തിട്ടാ വേണ്ടേ? ഇനി കല്ല് വേണം. ഇവിടെ നമ്മൾ കുറച്ച് വെച്ചുള്ളൂ. കല്ല് വേണം, പിന്നെ ഇതിന് പാലം വേണം അല്ലേ? പാലം കൂടി റെഡി ആക്കണം. ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ബ്രിഡ്ജ്, അത്ര നീളം മതി പാലത്തിന്. മുത്തൂസ് അപ്പൊ ഇവിടെ ബ്രിഡ്ജ് റെഡി ആക്കി വേണ്ടിയിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇങ്ങനെയാണോ? ഓഹോ, മുത്തൂസ് പാലത്തിന്റെ ലാസ്റ്റ് മിനുക്കുപണിയിലാണ് കേട്ടോ ഇവിടെ. ഇനി ആ ബ്രിഡ്ജ് എവിടെ വെക്കും? ഓ, ബ്രിഡ്ജ് അവിടെ വെക്കാനാണ്. പക്ഷെ ഇവിടെ കുറച്ച് സ്റ്റോൺസ് വേണം. ഇവിടെ ഇത്രയും സ്റ്റോൺസും കൂടി വേണം. അത് എടുത്തിട്ട് വാ മുത്തേ. വാ, വലിയ കല്ല് കിട്ടണം മുത്തേ. വലിയ കല്ല് എവിടെ നിന്ന് കിട്ടും? തൊട്ട് ഫ്രണ്ടിലുണ്ട്. അവിടെ ഉണ്ട് വലിയ കല്ല്. ഞങ്ങൾ വലിയ കല്ല് എടുത്തിട്ട് വരട്ടെ കേട്ടോ. മുത്തൂസ് ഇവിടെ കല്ല് പറക്കാണ്. 4-5 എണ്ണം വേണം തോന്നുന്നുണ്ട്. ശ്രദ്ധിക്കെടുക്കാം. അതിൻ്റെ പിന്നെ തിരിച്ച് വീണ്ടും വരണ്ടല്ലോ. ഓ, അത് ശരിയാ. അയ്യോ അയ്യാ, ഓക്കെ. അപ്പം ഇത്രയും കല്ല് നോക്കട്ടെ. ഇത്രയും കല്ല് പുറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റോൺസ് അപ്പം ഇതുപോലെ ഇവിടെ അങ്ങനെ ഒട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് വിട്ടു പോരും. വെറുതെ വെച്ചാലും മതി മുത്തേ. ഒട്ടിച്ചാണെങ്കിൽ എത്ര നല്ല ഗ്ലൂ ഗൺ കൊണ്ട് ഒട്ടിക്കുകയാണ് കേട്ടോ. ഒട്ടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലോ എന്നാണ് മുത്തൂസ് പറയുന്നത്. നല്ല ഭംഗിയുണ്ട്. സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ റെഡി ആവുമായിരുന്നില്ല. പക്ഷെ ഇന്ന് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊരു തോന്നലായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. ഫസ്റ്റ് ടൈമാണ് പുൽക്കൂട് റെഡിയാക്കുന്നതല്ലോ. അപ്പോൾ പിന്നെ ഇതിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ എന്നുള്ള കൺഫ്യൂഷനിൽ. ഇതാണ് പറയുന്നത്, നമ്മളൊരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മളിങ്ങനെ പ്രയത്നിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഓക്കെ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പം പാലം റെഡി കേട്ടോ. അപ്പം ബ്രിഡ്ജ് റെഡി, പുഴ റെഡി. പുഴയ്ക്ക് പെയിന്റ് അടിക്കണം. പുഴയ്ക്ക് പെയിന്റ് അടിക്കണം. എന്ത് പെയിന്റ്? അങ്ങനെ ബ്ലൂ അടിക്കണ? ഏയ്, ബ്ലൂ അത്ര ബ്ലൂ ആവുമ്പോ പുഴയുടെ നാച്ചുറാലിറ്റി പോവും, വൈബ് പോവും. അപ്പൊ ഇതിപ്പോ ശരിക്കും പുഴ പോലെ തന്നെ. പുറത്തേക്ക് കൊണ്ടുപോവാം. ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം. ഇവിടെ ട്രീ റെഡിയാക്കാം മുത്തുവോ? അമ്മ അപ്പൊ വടി വേണ്ടേ? വടി വേണം. പിന്നെ അതല്ല, നമ്മളെ ബക്കറ്റിന് പകരം ഒരു ചെറിയ ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ ഫ്രണ്ട്സ് റെഡിയാക്കുന്നത്. ഇതിനൊരു മാച്ചായ ഒരു ക്രിസ്മസ് ട്രീ. അപ്പൊ നമ്മുടെ ഞാൻ പറയാം ഐസ്ക്രീം ടിന്നില്ലേ മുത്തേ,
അതിങ്ങനെ കമത്തി വെക്ക. അതല്ല അമ്മ, ഐസ്ക്രീം സ്റ്റിനാകുമ്പോൾ അതിന്റെ വീതി കിട്ടില്ല. നമുക്ക് വീതി കുറച്ച് വേണ്ടേ? ഓ ഓ. അപ്പൊ എന്തെങ്കിലും മൂടി എടുത്തിട്ട് അതുമ്മേ വടി വെച്ച് കോണാക്ക. ഓക്കെ ഓക്കെ. നോക്കിയാ ഇതിന്റെ ഗ്യാപ്പിൽ വടി വെച്ചിട്ട് ഇതിങ്ങനെ വെക്ക. ഓ ഓ ഓ, ഐഡിയ. ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങൾ ഇതിനുള്ള സ്റ്റിക്ക് വെട്ടിട്ട് വരട്ടെ കേട്ടോ. അപ്പൊ ഞങ്ങള് എല്ലാം ഇതുണ്ട് നമ്മളെ എൻ്റെ കയ്യിൽ ബ്ലൂ ഉണ്ട്, പക്ഷെ പച്ച തന്നെ ധാരാളമാണെന്നാണ് എൻ്റെ ഒരു ധാരണ. 2 എണ്ണം ഉണ്ടായിട്ടോ, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോ 2 എണ്ണം ഉണ്ടായി, പക്ഷെ ഞാൻ 2 എണ്ണം കൂടി കൂട്ടി യോജിപ്പിച്ചതാണ്. അപ്പൊ ബാക്കിയുള്ള കയ്യിലുണ്ട്. അപ്പൊ നമുക്ക് വടി വെട്ടിട്ട് ഉണ്ടാക്കിയിട്ട് കാണാം. ഓക്കെ ഓക്കെ, വടി വെട്ടിട്ട് വരട്ടെ കേട്ടോ ക്രിസ്മസ് ട്രീ റെഡിയാക്കാൻ. ഫ്രണ്ട്സ്, ഞങ്ങൾ ഈ സ്റ്റിക്ക് വെട്ടിട്ട് വരട്ടെ കേട്ടോ. പിന്നെ ഫ്രണ്ട്സ്, ഞാൻ ഉണ്ടാക്കിയതാണ് ഈ ക്രിസ്മസ് ഡെക്കറേറ്റർ. കളർ പേപ്പർ, A4 ഷീറ്റിന്റെ കളർ പേപ്പർ കട്ട് ചെയ്തിട്ട് റെഡിയാക്കിയതാണ് കേട്ടോ മുത്തൂസ്. നമ്മള് ഓല പാമ്പ് ഉണ്ടാക്കില്ലേ, അത് പേപ്പർ കൊണ്ട് ഒട്ടിച്ചൊട്ടിച്ച് റെഡിയാക്കി. അപ്പൊ മുത്തൂസ് സ്റ്റിക്ക് വെട്ടിട്ട് വരാം, വാ. ഓക്കെ, ബാ. ഒരു കൊട്ട ഇതുപോലെ കമത്തി വെച്ചിട്ട് അതിന്റെ സൈഡിൽ ഇങ്ങനെ കുത്തി നിർത്തി. അത്രയും ഹൈറ്റ് മതി മുത്തേ. ചോറ്റുകൊട്ടയാണ് കേട്ടോ ഫ്രണ്ട്സ്. ചോറ്റുകൊട്ട കമത്തി വെച്ചിട്ട് അതിന്റെ സൈഡിൽ ഇതുപോലെ കുത്തി നിർത്താം. അമ്മ, ഒരു വള്ളി എടുക്കോ? വള്ളി വേണോ? ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ ക്രിസ്മസ് ട്രീയുടെ ഡെക്കറേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ടിക്കായിട്ട് ആക്കണ്ട. മേലെ മോളെ ഇവിടെ വെച്ചിട്ടാണ്ട് ഇവിടെ അവിടെ നമുക്ക് വിൽക്കാൻ സാധനങ്ങളുണ്ട്. സ്റ്റാറൊക്കെ ഞാൻ അവിടെ വെക്കണ്ടല്ലേ? ഓ, തിക്കാക്കി മുത്തേ. ഇത്രയും ആക്കിയിട്ടുണ്ട് കേട്ടോ മുത്തൂസ്. ഇത്രയുള്ള ഗ്രീൻ കളറേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ് ഞങ്ങളുടെ കയ്യിൽ. അപ്പൊ ഇനി നമുക്ക് അവിടെ നിന്ന് ബ്ലൂ ചുറ്റാം മുത്തേ. ഇനി ബ്ലൂ താഴെ ഞങ്ങള് ബ്ലൂ ആണ് കേട്ടോ ചുറ്റുന്നേ, ഗ്രീൻ ഇല്ലാത്തതിന്റെ പേരില്. ബ്ലൂ എന്തിനാ അഴിക്കണ മുത്തേ? ബുദ്ധി. ഓ, ഇനി അത് സ്പെഷ്യൽ ഗ്രീൻ കളർ കിട്ടും ഫ്രണ്ട്സ്. അതിങ്ങോട്ട് തിരിച്ചു വെക്കി കൂട്ടാ എൻ്റെ ബെല്ല്. അപ്പൊ പിന്നെ ഡെക്കറേഷൻ ഐറ്റംസ് കുറവ്. ഓക്കെ, കുറഞ്ഞു പോയി അത് പൊക്കിയപ്പോ. ഏയ് ഇല്ല, കുറഞ്ഞിട്ടില്ല. തിരിച്ചേക്ക് അങ്ങനെ. ബാവു, അത് ഞങ്ങൾ ചുമ്മാ കണ്ടപ്പോ വാങ്ങിയതാണ് കേട്ടോ ഇത്. അല്ലേ? അതിന് പകരം ഗ്രീൻ വാങ്ങിയിരുന്നെങ്കിൽ ഉപകാരമായേനെ. പക്ഷെ അത് എന്തോ അത് കണ്ടപ്പോ അത് വാങ്ങാന്ന് വിചാരിച്ചു. ഓക്കെ, ഇനി ബ്ലൂ. ഇതിനൊരു ബെല്ലൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്, കണ്ടോ? ഒരു ബെല്ല്. ഇനി ബ്ലൂ. ബെല്ല് മേലൊക്കെ ഓക്കെ. സൂപ്പർ. ഇപ്പൊ സൂപ്പറായി മറ്റേ, അടിപൊളി. താത്ത് അതൊരു മേലൊക്കെയാണ് മോനെ. ഓക്കെ ഓക്കെ. മേലൊരു സ്റ്റാർ. ആഹാ, അടിപൊളി. അപ്പൂപ്പന്മാർ. ഞങ്ങൾ വാങ്ങിയ സാൻഡ് അപ്പൂപ്പനാണ് കേട്ടോ. സാൻഡ് അപ്പൂപ്പന വരണത് ഇവിടെ ഇത്. അപ്പൊ നമുക്ക് ഈ സ്റ്റിക്ക് കാണാതിരിക്കും മുത്തേ. അപ്പൂപ്പ സ്റ്റിക്കിനെ കാണാണ്ട് വെച്ചു. നമ്മുടെ അപ്പൂപ്പൻ. കൊറേ അപ്പൂപ്പന്മാരുണ്ട് കേട്ടോ ഞങ്ങക്ക്. എന്റെ അപ്പൂപ്പന്മാരാ. പിന്നെ വള്ളി കുറവാ. അമ്മ തൂക്കാം. താട്ട് മുത്തൂസിനെ തന്നെ തൂക്കും വേണം. പറ്റൂല. നമ്മുടെ അപ്പൂപ്പൻ നിൽക്ക് നോക്കൂ ഫ്രണ്ട്സ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫ്രണ്ട്സ്, ഒരു ക്യൂട്ട്നെസ്. എത്ര അപ്പൂപ്പന്മാരുണ്ട് പത്തേ? 1 2 3 4. പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ചാലുണ്ടായിരുന്നു ഇല്ലേ? അപ്പൊ ഈ ക്രിസ്മസ് അപ്പൂപ്പനെയൊക്കെ തൂക്കിയിട്ട് കാണാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പൂപ്പന്മാരെ തൂക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ. ഓ, ഇത്ര ആക്കിയിട്ടുണ്ട് മുത്തൂസ്. പിന്നെ അവിടെ സ്റ്റാറുകൾ വെച്ചിട്ടുണ്ട്. അവിടെയും സ്റ്റാർ. ഇനി എന്താണ്? ആപ്പിള്. ക്രിസ്മസിന് ആപ്പിള്. എന്തിനാണ് ആപ്പിള് തൂക്കണേന്നാണ് മുത്തൂസ് ചോദിക്കുന്നത്. എനിക്കും അറിയില്ല കേട്ടോ ഫ്രണ്ട്സ്.
അറിയാവുന്നവരാണെങ്കിൽ കമന്റ് ചെയ്യണേ. നല്ല ഭംഗിയായിട്ട് മുത്തേ. പിന്നെ അല്ല മുത്തൂസ് അപ്പം എല്ലാതും തൂക്കട്ടെ കേട്ടോ. ഇനി കുറേ ഐറ്റംസ് ഉണ്ട്. ഇത്രയും ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഞാൻ ഇവിടെ ചെരിയട്ടെ മുത്തേ. ശരിയോ? ഓ കുറേ ഉണ്ട്. നമുക്ക് ഇതിൽ ബല്ലുണ്ട് മുത്തേ, കണ്ട ഇത് ബല്ലുണ്ട്. ഓയ്യൂടി മുത്തേ, നോക്കിയേ ഇതിന്റെ. ഇത്രയും ബോൾസുകൾ ഉണ്ട് കേട്ടോ. ഈ ബോൾസ് ഒക്കെ ഇനി മുത്തൂസ് തൂക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണാം. പള്ളി കെട്ടിയേ. ഓക്കെ, മുത്തൂസ് തൂക്കട്ടെ. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം. ഇത്രയായി മുത്തൂസേ. കൂടുതൽ കൂടുതൽ ഭംഗിയായി വരുന്നുണ്ട് കേട്ടോ സ്റ്റാർ. പക്ഷെ മുത്തൂസേ ഇത് മാത്രം എന്തെങ്കിലും ചെയ്യണം. എന്താണ് അവിടെ ചെയ്യുന്നേ ആലോചിച്ച് നോക്ക്. എന്താ സ്റ്റാർ മുത്ത് മാറ്റിയാ ബാക്കിലേക്ക് ആക്കിയല്ല? ബാക്കിക്കല്ല, അത് ഫ്രണ്ട് ഭാഗം. ഓക്കെ ഓക്കെ ഓക്കെ. എന്നാലും അപ്പുറത്തും കാണുന്നുണ്ട്. റെഡി റെഡി, കുഴപ്പമില്ല. സൂപ്പറായി. ഇതിനില്ല. ഏതിന്? ഇതിനില്ലേ? ഓ ഇതിന്റെ പോയില്ലേ നൂല്. ഇടാം. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതാണ് ഫൈനൽ ലുക്ക്. ഞങ്ങള് പുൽക്കൂടിനകത്ത് രൂപങ്ങൾ വെച്ചിട്ടില്ല കേട്ടോ, നാളെ വെക്കുള്ളൂ. രാത്രിയായി, സമയം നല്ല രാത്രിയായിട്ടോ. അപ്പൊ ഇനി നാളെ രാവിലെ വെക്കാന്ന് വീണ്ടും നാളെ രാവിലെയാണ് പുൽക്കൂടിന്റെ ബാക്കിയുള്ള വർക്കുകൾ. ഇത് കൊറേ ടൈം എടുത്തു കേട്ടോ മുത്തൂസ്. 4 മണിക്ക് തുടങ്ങിയത്, ഇപ്പൊ 6:30 സമയം. ബാക്കിയുള്ള വർക്കുകളൊക്കെ നാളെ. ഇതെങ്ങനെയുണ്ട് ഫ്രണ്ട്സ് ക്രിസ്മസ് ട്രീ റെഡിയാക്കിയത്? ഞാൻ റൊട്ടേറ്റ് ചെയ്യാം. നല്ല ഭംഗിയായി മുത്തേ. ആഹാ, നല്ല രസമായി. ഈ താഴെ ഇത് മാത്രമാണ് കേട്ടോ ഇത്തിരി. അത് ഞങ്ങൾ വാങ്ങിയത് ഉണ്ടായിരുന്നില്ല കേട്ടോ ഫ്രണ്ട്സ്, അതുകൊണ്ടാണ്. അടിപൊളി, നല്ല ഭംഗിയായി മുത്തേ. ചെറിയ ക്രിസ്മസ് ട്രീ. ഇത് തന്നെയാണ് മാച്ച് കേട്ടോ. നല്ല രസല്ലേ ഫ്രണ്ട്സ് ക്രിസ്മസ് ട്രീ കാണാൻ. പിന്നെ പുൽക്കൂടും ഉണ്ട് കൂടെ. കൊറേ നേരമായിട്ട് കഷ്ടപ്പെട്ട് റെഡിയാക്കിയതാണ്. എന്തെങ്കിലും ഒരു കമന്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. മുത്തൂസിന്റെ കഷ്ടപ്പാട്. മുത്തൂസിന്റെ കഷ്ടപ്പാടിന്റെ ആണ് ഇത്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ്. അതോ വീണ്ടും വീണ്ടും പറയാണ്. എന്നിട്ട് മുത്തൂസ് ഇതുപോലെ ഭംഗിയാക്കി ഫ്രണ്ട്സ്. പിന്നെ നമ്മൾ ലേറ്റും ഇടും. എവിടെയാ വെക്കുക? ലേറ്റ് അവിടെയാണോ? നമ്മളെ ഇതിനകത്തല്ലേ ലേറ്റ് വെക്കുക? അവിടെ വെച്ചാൽ മതി. നമുക്ക് ഇതിനടുത്ത് ഒരു ഹുക്ക് ഉണ്ടാക്കിയാലോ? അത് ഇവിടെ അതിന് തൂങ്ങാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവും. ഇങ്ങോട്ടെ. ഇതിന് വെയിറ്റ് ഇല്ലല്ലോ മൊത്തേ. അതിപ്പിടല്ലേ മൊത്തേ. ഉണ്ണീശാനൊക്കെ തൂക്കണ്ടേ? ഹായ്, ഈ ലൈറ്റ് ആണ് കേട്ടോ ഫ്രണ്ട്സ് ഇതിനകത്ത് വെക്കുന്നത്. അത് നമുക്ക് ചെറുതാക്കി വെച്ചാൽ മതി. ഓക്കെ ഓക്കെ. അത് വെറുതെ വെക്കുന്നതാണേ. നിലത്ത് പിന്നെ പൊട്ടിട്ടോ കുട്ടാ, സൂക്ഷിച്ചു വെക്കണേ. ഈ ലൈറ്റ് ആണ് മുത്തൂസിന് ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ ലൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലോ. അപ്പോൾ ഈ ലൈറ്റ് ആണ് ഞങ്ങള് തൂക്കുന്നത്. അപ്പൊ ഇത് കിട്ടിയത് നന്നായില്ല മറ്റേ നമ്മുടെ പുൽക്കൂട്ടില് തൂക്കാനായിട്ട്. നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഗിഫ്റ്റ്. അതന്നെ. അപ്പൊ നാളെ കാണാം. നാളെ കാണാം. ഓക്കെ, ടാറ്റാ.